അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് ഒരു പാനൽ കട്ട് ഗൗൺ തയ്ച്ചാലോ? അപ്പോൾ ഞാൻ ചെയ്യണത് സിയാമോളുടെ അളവിലാണ്. അവൾക്ക് 11 വയസ്സാണ് കേട്ടോ. അപ്പോൾ 11 വയസ്സിൻ്റെ അളവ് ഞാൻ കാണിച്ചു തരാം. ഇതാണ് കേട്ടോ മെറ്റീരിയൽ. ഒരു സിൽവർ വർക്കൊക്കെ ഉണ്ട്. സിൽവർ കളർ ത്രെഡ് വർക്കും സീക്വൻസൊക്കെ ഉള്ള ഒരു ജോർജറ്റ് മെറ്റീരിയലാണ്. അതിൻ്റെ ലൈനിങ് ക്രേപ്പ് ലൈനിങ് ആണ് കേട്ടോ. അപ്പോൾ ഇത് വെച്ച് നമുക്ക് നല്ല സിമ്പിളായിട്ട് ഒരു പാനൽ കട്ട് ഗൗൺ തയ്ച്ചെടുക്കാം. അപ്പോൾ അതിനാദ്യം നമ്മൾ യോക്ക് പാർട്ടാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ യോക്ക് പാർട്ട് കട്ട് ചെയ്തെടുക്കാനായിട്ട് ഞാൻ ക്രേപ്പിൻ്റെ മെറ്റീരിയൽ 4 മടക്കിയിട്ടിട്ടുണ്ട്. ഷോൾഡർ മാർക്ക് ചെയ്യുന്നുണ്ട് 6 ഇഞ്ച് ഷോൾഡർ മാർക്ക് 6 ഇഞ്ച് ഷോൾഡർ മാർക്ക് ചെയ്യുന്നുണ്ട്. 7 ഇഞ്ച് കൈക്കുഴി മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ഇതൊന്ന് നേരാക്കി വരച്ചു കൊടുക്കാം. ഇനി ചെസ്റ്റ് അളവാണ്. ഞാൻ സിയാമോൾക്ക് ചെസ്റ്റ് അളവ് കൊടുക്കുന്നത് 8 ഇഞ്ചാണ് കേട്ടോ. അതായത് ഇതുപോലെ 8 ഇഞ്ച്. അപ്പോൾ നിങ്ങളുടെ കുട്ടികളുടെ അളവ് എടുക്കുക, അത് മാർക്ക് ചെയ്യുക കേട്ടോ. എന്നിട്ട് 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു ഉടുപ്പിൽ നിന്നാണെങ്കിൽ അതിൽ എത്ര വന്നിട്ടുണ്ട് അത് തന്നെ മാർക്ക് ചെയ്താൽ മതി. ഹാഫ് ലെങ്ത്ത് നമുക്ക് ഒരു 12 ഇഞ്ചാണ് വേണ്ടത്. അപ്പോൾ 12ൻ്റെ കൂടെ 1 ഇഞ്ച് ആഡ് ചെയ്തിട്ട് 13 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട്. തയ്യൽ തുമ്പൊക്കെ പോയിട്ട് ഇപ്പോൾ നമുക്ക് 12 കിട്ടണമല്ലോ, അതിനായിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ 13 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ ബോഡി ലെങ്ത്ത് നോക്കുക. ഡ്രസ്സിൽ നിന്നാണെങ്കിൽ ഡ്രസ്സിൽ നിന്ന്, ബോഡിയിൽ നിന്നാണെങ്കിൽ ബോഡിയിൽ നിന്ന് നോക്കുക കേട്ടോ. അപ്പോൾ ചെസ്റ്റ് അളവ് മാർക്ക് ചെയ്തതിനേക്കാളും 1 ഇഞ്ച് മൈനസ് ചെയ്തിട്ട് വേസ്റ്റ് അളവ്. അപ്പോൾ താഴ്ഭാഗത്ത് നമുക്ക് 7 ഇഞ്ചാണ് മാർക്ക് ചെയ്തിട്ടുള്ളത് വേസ്റ്റ് അളവ്. ചെസ്റ്റ് അളവ് 8 ഇഞ്ച് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കുഞ്ഞിൻ്റെ അളവ് നിങ്ങൾ ഇടാട്ടോ, അല്ലെങ്കിൽ വലിയ അളവിലാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഓക്കെ. അപ്പോൾ നമ്മൾ ഈ മാർക്കുകളൊക്കെ ഒന്ന് യോജിപ്പിച്ചെടുക്കുകയാണ്. നമുക്ക് ആദ്യം ഇങ്ങനെ ലൈനിങ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ എളുപ്പത്തിൽ നമുക്ക് നല്ല പീസ് ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതാ നോക്കി 1.5 ഇഞ്ച് ആ കോർണറിൽ മാർക്ക് ചെയ്തിട്ട് കൈക്കുഴി കണക്ട് ചെയ്ത് വരച്ചു കൊടുക്കുകയാണ് ഇതുപോലെ. ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്ക് ഈ പീസ് വെച്ചിട്ട് തന്നെ നമ്മുടെ നല്ല പീസ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ, വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. ബെല്ലൈക്കൺ അമർത്താനും ഓളെന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനൊക്കെ ഒന്ന് ചെയ്യണം കേട്ടോ. ഇനിയിപ്പോൾ അടുത്തത് നമ്മൾ ഈ പീസ് വെച്ചിട്ട് നല്ല പീസ് കട്ട് ചെയ്തെടുക്കണം. അതുകൂടാതെ നമ്മുടെ ഫ്രണ്ട് കൈക്കുഴി കുഴിച്ചും വെട്ടണം കേട്ടോ. അപ്പോൾ ഞാൻ ഓൺലൈനായിട്ട് ടൈലറിങ് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ഓൺലൈനായിട്ട് എന്ന് പറയുമ്പോൾ വാട്സപ്പിലൂടെയാണ് കേട്ടോ പഠിപ്പിക്കുന്നത്. വാട്സപ്പിലൂടെ റെക്കോർഡഡ് വീഡിയോ ആയിട്ടാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് ഇഷ്ടമുള്ള സ്ഥലത്തിരുന്ന് പഠിക്കാവുന്ന രീതിയിലാണ്. നിങ്ങളുടെ കയ്യിൽ തയ്യൽ മെഷീൻ ഉണ്ടെങ്കിൽ തയ്യൽ ഞാൻ മുഴുവനായിട്ടും പഠിപ്പിച്ചു തരാം കേട്ടോ. അപ്പോൾ തയ്യൽ പഠിപ്പിക്കുന്ന എന്തൊക്കെയാണെന്നുള്ളതിൻ്റെ ലിസ്റ്റ് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചേക്കാം. ആർക്കെങ്കിലും ക്ലാസ്സിൽ ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ഫോൺ നമ്പറും കമൻറ്റ് ബോക്സിൽ ഉണ്ടാവും കേട്ടോ. ആ നമ്പറിൽ എന്നെ ഒന്ന് കോൺടാക്റ്റ് ചെയ്താൽ മതി. ബാക്കി ഡീറ്റെയിൽസൊക്കെ ഞാൻ നേരിട്ട് പറയാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ മെറ്റീരിയൽ. ഇതിൽ നിന്ന് നമ്മൾ ബോഡി പാർട്ട് ഞാൻ കട്ട് ചെയ്ത് വെച്ചു കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഇരിക്കുന്നുണ്ട്. ബോഡി പാർട്ട് കട്ട് ചെയ്ത് വെച്ചു. 2.5 മീറ്റർ മെറ്റീരിയലാണ് കേട്ടോ. ലൈനിങ് 2.5 മീറ്റർ ആയിരുന്നു. ഈ ഒരു ജോർജറ്റ് മെറ്റീരിയലും 2.5 മീറ്റർ ആയിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ഇതിൽ നിന്ന് ഇങ്ങനെ അംബ്രല പോലെ ചെയ്യാം എന്നൊക്കെ കരുതി നോക്കുകയാണ്. പക്ഷേ അംബ്രല നമ്മളെപ്പോഴും ചെയ്യണമില്ല. അതുകൊണ്ടാണ് ഞാൻ ഇതിനെ പാനൽ കട്ടാക്കിയത് കേട്ടോ. അപ്പോൾ താഴത്തേക്ക് കണ്ടോ, ഇപ്പോൾ 2.5 മീറ്ററിൽ നിന്ന് ബോഡി പാർട്ട് കട്ട് ചെയ്തതിന് ശേഷം ഇനി ഒരു 1.25 മീറ്ററും കൂടി ഇതുള്ളൂ. 1/2 മീറ്റർ നമ്മൾ 1.25 അല്ല കേട്ടോ, 2 മീറ്ററേ ഉള്ളൂ. 2 മീറ്ററിന് കുറച്ച് താഴെയായിട്ടേ ഉള്ളൂ. കൈയിൻ്റെ മെറ്റീരിയൽ ഞാൻ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതിങ്ങനെ 2ആക്കി മടക്കിയിട്ട് ക്രോസ് ആയിട്ട് ഇട്ടിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അംബ്രല പോലെ ചെയ്യാം. പക്ഷേ ഞാനിത് പാനൽ കട്ടായിട്ടാണ് ചെയ്യണത് കേട്ടോ. അപ്പോൾ പാനൽ കട്ടായിട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഈ ബോഡി പാർട്ടിൻ്റെ എത്ര ഇഞ്ച് വീതി ഉണ്ടെന്ന് നോക്കുക. ഈ അറ്റം മുതൽ നോക്കുക കേട്ടോ. ഈ അറ്റം മുതൽ നോക്കിയിട്ട് നമുക്കിപ്പോൾ 2 ഇങ്ങനെ സൈഡ് കൂടെ അടിച്ച് പോകാനാണെങ്കിൽ അറ്റം മുതൽ നോക്കാം. എന്നിട്ട് എത്ര ഇഞ്ച് ഉണ്ട് നോക്കിയിട്ട് അതിനെ നമ്മൾ എത്ര പീസ് ഇടണം എന്ന് വെച്ചാൽ അതനുസരിച്ച് നമ്മൾ ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഞാനിപ്പോൾ ഇത് 5 പീസിൻ്റെയാണ്. അതായത് ഫ്രണ്ട് പോർഷൻ 5 പീസ്, ബാക്ക് പോർഷൻ 5 പീസ്, അങ്ങനെയാണ് ഞാൻ ചെയ്യണത്. ഇപ്പോൾ നിങ്ങൾക്ക് എത്ര ഇഞ്ച് വേണമെന്ന് വെച്ചാൽ അതനുസരിച്ച് ഡിവൈഡ് ചെയ്യുക. ഇപ്പോൾ 8 പീസാണെങ്കിൽ അരവണ്ണം അതായത് നമ്മുടെ ബോഡി പാർട്ടിൻ്റെ വേസ്റ്റ് ഭാഗത്തെ വീതി എടുത്തിട്ട് അതിനെ 8 വെച്ച് ഡിവൈഡ് ചെയ്യുക, അല്ലെങ്കിൽ 6 വെച്ച് ഡിവൈഡ് ചെയ്യുക. എത്ര പീസാണോ അതനുസരിച്ച് ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ കൂടെ തയ്യൽ തുമ്പ് ആഡ് ചെയ്തിട്ട് നമുക്ക് മോൾ ഭാഗത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട്. താഴ്ഭാഗത്ത് നമുക്ക് കുറച്ചൊരു വീതി കൊടുക്കാട്ടോ, എന്ന് വെച്ചാൽ ഫ്ലെയർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതനുസരിച്ച് നമ്മളിവിടെ മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിത് 2 പീസ് 2ആക്കി മടക്കിയിട്ടേക്കാണ്. അപ്പോൾ അവിടെ മാർക്ക് ചെയ്തത്, മുകളിൽ മാർക്ക് ചെയ്തത് തന്നെ ഇവിടെ സൈഡിൽ മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഫസ്റ്റത്തെ മാർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മടക്ക് ഭാഗത്തായതുകൊണ്ട് പകുതിയെ മാർക്ക് ചെയ്യുള്ളൂ. അതായത് 4 ഇഞ്ച് വേണമെന്നുണ്ടെങ്കിൽ 2 ഇഞ്ച് മാർക്ക് ചെയ്യും. അങ്ങനെ കേട്ടോ. അപ്പോൾ ഇത് മൊത്തത്തിൽ വരച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഏകദേശം നിങ്ങൾക്ക് മനസ്സിൽ താഴെ മാക്സിമം വീതി കൊടുക്കാം, മുകളിൽ നമുക്ക് ആവശ്യമുള്ള വീതി തന്നെ എടുക്കാം കേട്ടോ.
അപ്പോൾ വേസ്റ്റ് ഭാഗം എത്രയാണോ വേണ്ടത് നോക്കിയിട്ട് അതനുസരിച്ച് നമുക്ക് ഇതിലേക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ വരച്ച് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞാനിപ്പോൾ ഇതാ ഇവിടെ 2 ഇഞ്ചാണ് കൊടുക്കുന്നത്. ഞാൻ ഒരു 10 പീസിൻ്റെയാണ് കേട്ടോ ചെയ്യണത്. ഈ ഭാഗത്താണെങ്കിൽ 10 ഇഞ്ചാണ്, 12 ഇഞ്ച് 6 ഇഞ്ചാണ് ഞാൻ കൊടുത്തത്. ഇതാ ഇവിടെ 4 ഇഞ്ച് കൊടുത്ത് മടക്ക് ഭാഗം ആയതുകൊണ്ടാണ് കേട്ടോ മറ്റേ സൈഡിൽ ഞാൻ 2 കൊടുത്തത്. ഇത് നിവർന്ന് കിടക്കണതാണല്ലോ, അതുകൊണ്ട് നിവർത്തി മാർക്ക് ചെയ്യണമെന്ന് മാത്രം. ഞാൻ പറയണ മനസ്സിലാവണ്ട. നമ്മൾ അണ്ടർസ്കേർട്ട് കട്ട് ചെയ്യൂല അതേപോലെ തന്നെ കേട്ടോ. അപ്പം നമ്മളിത് ഫുള്ളായിട്ട് വരച്ചൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ അരഭാഗം കറക്റ്റായിട്ടിരിക്കണം. കുറച്ച് കൂടിയാലും കുഴപ്പമൊന്നുമില്ല. അത് നമ്മളൊന്ന് കുറച്ചെടുക്കണം എങ്ങനെയാണെന്നൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത്തിരി കൂടി പോയിട്ടുണ്ടെങ്കിലും കുറഞ്ഞു പോകരുത്. കുറഞ്ഞു പോയാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതനുസരിച്ച് തയ്യൽ തുമ്പ് ഇട്ടിട്ട് നമ്മുടെ അരവണ്ണം നോക്കിയിട്ട് അതിൻ്റെ കൂടെ അത് ഡിവൈഡ് ചെയ്തെടുത്തതിന് ശേഷം തയ്യൽ തുമ്പ് ഇട്ടിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഈ പീസ് മടക്കി വെച്ചിട്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വിടർത്തി ഇടുമ്പോൾ നല്ല വീതി കിട്ടും കേട്ടോ. അതുപോലെ തന്നെ ഈ പീസും ഇപ്പോൾ നമുക്കിത് 10 പീസാണ് കേട്ടോ. അതായത് ഫ്രണ്ട് സൈഡിൽ 5 പീസ് വരും, ബാക്ക് സൈഡിലും 5 പീസ് വരും. അങ്ങനെ മൊത്തം 10 പീസിൻ്റെയാണ് നമ്മൾ ചെയ്യണത്. നമുക്കുണ്ടല്ലോ ഈ ലൈനിങ് ഇപ്പോൾ എന്താ പറയുക, ക്രോസ് ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ ഇടാം. ഇപ്പോൾ ഒത്തിരി ഫ്ലയറിൽ കിടക്കണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എലൈനായിട്ട് വേണമെങ്കിൽ അങ്ങനെ ഇടാം. എങ്ങനെയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മളിപ്പോൾ ഇതിൽ മെറ്റീരിയൽ ഉള്ളതുപോലെ നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ നല്ല മെറ്റീരിയലാണ്, അതുകൊണ്ട് തന്നെ ഞാൻ നല്ല രീതിയിൽ ചെയ്തു. അവൾക്ക് വല്ല കല്യാണത്തിനൊക്കെ പോകുമ്പോൾ ഇടാൻ പറ്റിയതാണല്ലോ, അങ്ങനെ ആ രീതിയിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അംബ്രല്ല പോലെയല്ല കേട്ടോ ഞാൻ കട്ട് ചെയ്യണത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാമെന്നുള്ള രീതി ഞാൻ കാണിച്ചു തന്നാണ് കേട്ടോ. അപ്പം നമുക്ക് എലൈനായിട്ട് കട്ട് ചെയ്താൽ മതി. നമ്മളിപ്പോൾ എന്താ പറയുക, പാനൽ പോലെയല്ലേ മുകളിലത്തെ പീസ്, അതായത് പാനൽ കട്ടാണല്ലോ ചെയ്തത്. പക്ഷേ ലൈനിങ് പാനലൊന്നും ചെയ്യണമെന്നില്ല കേട്ടോ. ഇതിനെ 2ആയിട്ട് മടക്കിയിട്ടതിന് ശേഷം 4ആയിട്ട് മടക്കിയിടുക. ഞാൻ കൈയൊന്ന് ഇറക്കിയിടുക കേട്ടോ. ഇവനെ ശ്രദ്ധിക്കാണ്ട് ക്യാമറ അങ്ങ് കയറ്റുമ്പോൾ കൈ അങ്ങ് കയറിയിരിക്കുമ്പോൾ എന്തോ പോലെ എനിക്ക് തോന്നാറുണ്ട്. അപ്പോൾ ഞാൻ കൈയൊന്ന് ഇറക്കിയിട്ടതാണ് കേട്ടോ. നമ്മൾ പണിയെടുക്കാൻ നേരം മുകളിലേക്ക് കയറ്റി വെക്കുമല്ലോ, എല്ലാവർക്കും ഉള്ളതാണ് ആ സ്വഭാവമൊക്കെ നനയാണ്ടിരിക്കാനൊക്കെ. അത് ഞാൻ ഓർക്കാണ്ട് അങ്ങനെ തന്നെ വന്ന് നിൽക്കും. ക്യാമറേൻ്റെ മുമ്പിലാണെന്നുള്ള ബോധമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതൊന്നിക്ക് നമ്മൾ നീറ്റായിട്ട് 4ആക്കി മടക്കി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ബോഡി പാർട്ട് എത്ര വേണം നോക്കുക. താഴ്ഭാഗത്ത് മൊത്തത്തിലുള്ള ഫ്ലെയർ എടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ എന്താ ബോഡി പാർട്ട് മോൾ ഭാഗത്ത് നമ്മുടെ ബോഡി പാർട്ടിന് എത്ര വേണം ഉള്ളത് നോക്കിയിട്ട് അത് ഇവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്. 2ആക്കി മടക്കി 2 പീസാണ് കേട്ടോ. 2 പീസ് മടക്കിയിട്ടേക്കാണ്, ഫ്രണ്ടിലേക്കും ബാക്കിലേക്കുള്ള പീസ് മടക്കിയിട്ടേക്കാണ്. അപ്പോൾ അത് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ സ്കേർട്ട് പാർട്ടിൻ്റെ ലെങ്ത്ത് നോക്കുക. ഫുള്ളായിട്ടുള്ള ലെങ്ത്തിൽ നിന്ന് 1 ഇഞ്ച് മൈനസ് ചെയ്യുക, 1-1.5 ഇഞ്ചോ മൈനസ് ചെയ്യാം. അത് നമുക്ക് താഴത്തേക്ക് മാർക്ക് ചെയ്തെടുക്കാം. ഇങ്ങനെ മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഈ അറ്റത്തുണ്ടല്ലോ, അറ്റത്ത് വെട്ടുമ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. എങ്ങനെ വെട്ടേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. ഇനി നമുക്ക് ആ അരഭാഗത്ത് മാർക്ക് ചെയ്തതിൽ നിന്ന് താഴേക്ക് ഇതുപോലെ ലൈനായിട്ട് ഒന്നിങ്ങനെ കട്ട് ചെയ്തെടുക്കുക. നമ്പറിൽ വേണമെങ്കിൽ ഇടാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. എങ്ങനെ വേണമെങ്കിലും കൊടുക്കാം. ഞാനിപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് നമ്പറിൽ എപ്പോഴും കാണിച്ചു തരണോണ്ടാണ് കേട്ടോ ഈ മോഡൽ കാണിച്ചു തന്നത്. ഇനി ഇവിടെ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്ത് ഇങ്ങനെ തീരാറാവുമ്പോൾ ഉണ്ടല്ലോ കോർണർ ഭാഗത്തൊന്ന് കയറി വരണം കേട്ടോ. അതൊക്കെ അത്രയും കയറി വരണം കേട്ടോ. ഇവിടെ നിന്ന് ഒരു 2 ഇഞ്ച് മുകളിലേക്ക് കയറി വരണം. അല്ലെങ്കിൽ സൈഡിൽ നിന്ന് ഇങ്ങനെ ഹാങ് ചെയ്ത് താഴത്തേക്ക് കാണും കേട്ടോ. നല്ല പീസിൻ്റെ താഴേക്ക് കാണും. ഇനി ഈ സൈഡും കൂടെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുത്തേക്കാം കേട്ടോ. അപ്പോൾ അതും കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കൈയാണ്. അപ്പോൾ ബാലൻസ് ഉള്ള പീസ് എന്താ ഇങ്ങനെ സൈഡിൽ നിന്ന് ഒതുക്കിയിട്ടതാണ്. നമുക്ക് കൈ എത്രത്തോളം വേണം നോക്കാം. ഒരുപാട് വലിയ കൈയൊന്നും എടുക്കണില്ല കേട്ടോ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള മെറ്റീരിയൽ ഇല്ല, അതുകൊണ്ട് തന്നെ. അപ്പോൾ നമുക്ക് ഒരു 6 ഇഞ്ച് ലെങ്ത്തുള്ള ഒരു കൈ എടുക്കാം. ഇങ്ങനെ 6-6.5 ഇഞ്ച്. അത് ഒരുപാട് ലെങ്ത്ത് എടുത്തിട്ടില്ല. പിന്നെ 4ആക്കി മടക്കിയിട്ടേക്കാണ് കേട്ടോ ആ തുണി. അതായത് 2 കൈയും ഓരോ പീസ് 2ആക്കി മടക്കിയിട്ടേക്കാണ് കേട്ടോ. അത് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മുകളിൽ 6 ഇട്ടപ്പോൾ ഈ താഴ്ഭാഗത്തുണ്ടല്ലോ ഈ സൈഡിൽ അവിടെ 4 ഇഞ്ച് മൈനസ് ചെയ്ത് അതിലേക്കാണ് നമ്മൾ കണക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. പക്ഷേ കൈൻ്റെ വീതി നമ്മളിങ്ങനെ വരച്ചു വന്നപ്പോഴാണ് ഓർത്തത് കൈൻ്റെ വീതി നോക്കിയിട്ടില്ല. അപ്പോൾ നമ്മുടെ കൈക്കുഴി എത്രയാണെന്ന് നോക്കുക. നമ്മൾ 7 ഇഞ്ചല്ലേ ഇട്ടത്. അപ്പോൾ നമുക്ക് ഈ വീതി 8 ഇഞ്ച് എടുക്കാം കേട്ടോ. 1 ഇഞ്ച് കൂടുതൽ എടുത്താൽ മതി. ഇനി ചുരുക്കൊന്നും ഇല്ലെങ്കിൽ കേട്ടോ, പഫൊന്നും കൊടുക്കണില്ലെങ്കിൽ നമുക്ക് അങ്ങനെ എടുക്കാം. അതിനുശേഷം ഇങ്ങനെ കൈ മാർക്ക് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുക. ലൈനിങ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നല്ല പീസ് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ എളുപ്പമാണ് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിത് കട്ട് ചെയ്ത് നല്ല നീറ്റാക്കി എടുത്തേക്കാം. ഓക്കെ, അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് വെച്ചിട്ട് നമുക്ക് നമ്മുടെ നല്ല പീസ് കട്ട് ചെയ്തെടുക്കാം.
ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോവുകയാണ്. സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഇതെല്ലാം മെറ്റീരിയലും കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. നമുക്കിത് ലൈനിങ് ഒക്കെ ഒന്ന് അറ്റാച്ച് ചെയ്തെടുക്കണം കേട്ടോ. അതൊക്കെ ഞാൻ എപ്പോഴും കാണിച്ചു തരണോണ്ട് ഇതിൽ കാണിക്കുന്നില്ല, വെറുതെ ലാഗ് ആവും കുറേ ഇങ്ങനെ ഇട്ട് കാണിച്ച് വരുമ്പോഴത്തേക്കേ. അപ്പോൾ ഞാൻ എന്താ ലൈനിങ് എല്ലാം അറ്റാച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. കൈ ഞാൻ അടിച്ച് മറിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്തത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൈ മടക്കി തയ്ക്കേണ്ട, അടിച്ച് മറിച്ചെടുത്താൽ മതിയല്ലോ. അതിൻ്റെ എൻഡ് ഭാഗം നല്ല നീറ്റായിട്ട്. ഇനിയിപ്പോൾ വല്ല ലേസൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിലും ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന ലേസ് ഉണ്ടല്ലോ സിൽവർ കളർ, അത് കിട്ടുകയാണെങ്കിൽ വെക്കണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. കിട്ടിയിട്ടില്ല, നോക്കണം. അതും കൂടെ ഒക്കെ വെക്കുകയാണെങ്കിൽ ഭംഗി ഉണ്ടാവുമല്ലോ കാണാനായിട്ട്. അപ്പോൾ ഇത് അങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പാനലുകൾ ഉണ്ടല്ലോ, നമ്മളിങ്ങനെ വെട്ടി വെച്ചിട്ടുണ്ടല്ലോ, അതെല്ലാം ഇങ്ങനെ കൂട്ടി യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ ഒരു പീസിൻ്റെ മുകളിൽ ഒരു പീസ് വെച്ച് ഇങ്ങനെ വിടർത്തി തയ്ച്ച് വട്ടത്തിൽ കൂട്ടിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ റെഡിയാക്കി എടുത്താൽ മതി. അപ്പോൾ അടിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നല്ല വശം ചേർത്ത് വെക്കുക, തിരിഞ്ഞു പോകരുത്. ഒരു ഓണുണ്ടല്ലോ നമ്മുടെ ഷോപ്പിൽ ഇതുപോലെ വർക്കൊന്നുമുള്ളതല്ല, ഒരു തുണിക്ക് അങ്ങനെ ഒരു കളർ ചേഞ്ച് ഉണ്ടായിരുന്നു. നമ്മളത് ശ്രദ്ധിച്ചില്ല, നല്ല വശം ചീത്തവശം ഉണ്ടാവില്ല എന്ന് കരുതി നമ്മുടെ സ്റ്റാഫ് തയ്ക്കുന്ന സമയത്താണ്, ലേഡീസ് സ്റ്റാഫൊക്കെ ഉണ്ടായിരുന്നപ്പോഴേ തയ്ച്ചെല്ലാം ഫിനിഷ് ചെയ്ത് തേക്കുമ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് കുറേ പാനലുകൾ തിരിഞ്ഞായിരിക്കണത്. അത് പെട്ടെന്ന് മനസ്സിലാവില്ല, പക്ഷേ നമുക്ക് അറിയാവുന്നവർക്ക് അത് മനസ്സിലാവും. ഒരിത്തിരി ഷൈനിങ് കുറവുണ്ടായിരുന്നു. പക്ഷേ ഞാൻ അങ്ങനെയൊന്നും കസ്റ്റമർക്ക് കൊടുക്കില്ല കേട്ടോ. ഞാനതപ്പോൾ തന്നെ അഴിച്ചെടുത്തിട്ട് പാനലുകളെല്ലാം അഴിച്ച് എല്ലാം നേരെയാക്കി തയ്ച്ചിട്ട് രണ്ടാമത് ഇൻ്റർലോക്ക് ചെയ്ത് ലൈനിങ് ഒക്കെ ഇട്ട് കയറ്റി അങ്ങനെ റെഡിയാക്കി കൊടുത്തു കേട്ടോ. അങ്ങനത്തെ അബദ്ധമൊക്കെ ഈ നമ്മുടെ സ്റ്റാഫിൻ്റെ കയ്യിൽ നിന്ന് എൻ്റെ കയ്യിൽ നിന്നും പറ്റാറുണ്ട്. അപ്പോൾ പിന്നെ നമുക്കൊന്നും പറയാൻ പറ്റില്ല. പിന്നെ അവർ പോയി കഴിഞ്ഞിട്ടാകുമ്പോൾ ഞാൻ തന്നെ അത് മൊത്തം ചെയ്യേണ്ടി വരും. അപ്പോൾ രണ്ട് പാനൽ നമ്മൾ കൂട്ടി യോജിപ്പിച്ച് എടുത്തിട്ടുണ്ട്. ഇതുപോലെ എല്ലാ പാനലുകളും കൂട്ടി യോജിപ്പിച്ച് ഒരു സ്കേർട്ടാക്കി നമുക്ക് എടുക്കാം. ഒരു സ്കേർട്ടാക്കി നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാ പാനലും കൂട്ടി യോജിപ്പിച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ തയ്ച്ച് വന്നപ്പോൾ കുറച്ച് വലുതാണ്. അപ്പോൾ നമ്മളത് ചെറുതാക്കണം എങ്ങനെയാണെന്നൊക്കെ കാണിച്ചു തരാം കേട്ടോ. പിന്നെ അടിഭാഗം നല്ല ഫ്ലെയർ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല ഫ്ലെയർ ഉണ്ട്. നല്ല ഭംഗിയുള്ളൊരു ഉടുപ്പ് നമുക്ക് ഇതുപോലെയൊക്കെ തയ്ച്ചെടുക്കാം കേട്ടോ. ഇപ്പം നമുക്ക് വലിയ ആളുകൾക്ക് തയ്ക്കണമെങ്കിൽ, അതായത് അഡൽസിനൊക്കെ തയ്ക്കണമെന്നുണ്ടെങ്കിൽ ഒരു എന്താ പറയുക 3.5 മീറ്റർ മെറ്റീരിയൽ വേണ്ടി വരും കേട്ടോ ഇത് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ലൈനിങ് ഒക്കെ അറ്റാച്ച് ചെയ്തെടുത്തതിന് ശേഷം ഒരു ലൈനിങ് എക്സ്ട്രാ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കോട്ടൺ ലൈനിങ് ഉണ്ടെങ്കിൽ കോട്ടൺ എടുത്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ ഇത് ക്രൈപ്പിൻ്റെ തന്നെയാണ് എടുത്തത്. എന്നിട്ട് നെക്ക് ഉണ്ടല്ലോ നമ്മൾ കുറച്ച് വൈഡായിട്ട്, അതായത് കഴുത്തിൻ്റെ അകലം ഞാൻ 3.5 ഇഞ്ചാണ് കൊടുത്തേക്കണത്. മടക്കിയിട്ടതിന് ശേഷം സിയാമോക്ക് അത്രയൊന്നും വേണ്ട കേട്ടോ. പക്ഷേ ഇറക്കം കുറച്ചാണ് എടുത്തത്. ബോട്ടിനൊക്കെയല്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഫംഗ്ഷനൊക്കെ പോകുമ്പോഴേ നല്ല മാലയൊക്കെ ഇടണമെങ്കിൽ കഴുത്ത് കുടുങ്ങിയിരുന്നാൽ ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ ഒരുപാട് ഇറക്കം കൊടുക്കാണ്ട് കുറച്ചൊന്ന് വൈഡാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ചോക്കർ മാലയില്ലേ, അത് നല്ല സിൽവർ കളറ് കല്ലിൻ്റെയൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കുമല്ലോ. അപ്പോൾ അത് നമുക്ക് ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കഴുത്തിരി വൈഡായിട്ടിരിക്കണം. അപ്പോൾ ഒരുപാട് ഇറങ്ങാനും പാടില്ല, ഇറങ്ങാത്ത മോഡൽ. ഇതിപ്പോൾ ബാക്ക് നെക്കാണ് കേട്ടോ. അപ്പോൾ ബാക്ക് നെക്ക് ഞാൻ 3 ഇഞ്ച് ഇറക്കവും 7 ഇഞ്ച് വീതി, അതായത് മടക്കിയിട്ടിട്ട് 3.5 ഇഞ്ചാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. അത് നമ്മളിങ്ങനെ ഒരു ലൈനിങ്ങിൽ എക്സ്ട്രാ ലൈനിങ് എടുത്തെന്ന് പറഞ്ഞില്ല, അതിലാണ് മാർക്ക് ചെയ്തത്. ക്യാൻവാസ് ഒന്നും യൂസ് ചെയ്യണില്ല കേട്ടോ. അതിങ്ങനെ കഴുത്തിങ്ങനെ അടിച്ച് മറിച്ചെടുക്കാൻ പോവുകയാണ്. അതായത് ഇതുപോലെ കറക്റ്റായിട്ട് വെക്കണം കേട്ടോ. ഒട്ടും തെന്നിയൊന്നും പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത് ലൈനിങ് അറ്റാച്ച് ചെയ്യാണ്ട് വെക്കണയാണല്ലോ. അഥവാ നിങ്ങൾക്ക് ഇങ്ങനെ തെന്നി പോകുന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ മുട്ട് സൂചി വെച്ച് ഒന്ന് കുത്തിയൊക്കെ എടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നലെ ഒരു തട്ടുടുപ്പ് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല, അതിൽ ഷോൾഡർ കൂട്ടണ രീതിയിലാണ് ഇതിലും ഷോൾഡർ കൂട്ടണത്. അതപ്പോൾ ബ്ലാക്ക് ആയതുകൊണ്ട് ആരോ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ബ്ലാക്ക് ആയതുകൊണ്ട് ഷോൾഡർ കൂട്ടണത് മനസ്സിലാവണില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതിലൊന്ന് നോക്കിക്കോട്ടെ, ഇത് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഞാൻ അതേപോലെ തന്നെയാണ് ചെയ്യണത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ കഴുത്ത് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക, എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് വെട്ടിക്കളയുക. അപ്പോൾ ഒരുപാട് വലുതാവില്ല കേട്ടോ നെക്ക്. നമ്മൾ വരച്ചേക്കണത് 7.5-ലാണെങ്കിൽ ആ കറക്റ്റ് 7-ലാണല്ലോ. അപ്പോൾ കറക്റ്റ് 7-ൽ തന്നെ കഴുത്തിൻ്റെ വീതി കിട്ടും. അതേസമയം നമ്മളിത് വെട്ടിയെടുത്തതിന് ശേഷം വരച്ചിട്ട് വെട്ടിയെടുത്തിട്ട് പിന്നെ തയ്ക്കുമ്പോൾ പിന്നെയും വലുതാവും കേട്ടോ. നമ്മൾ ആ വരച്ചതിൽ കൂടെ തന്നെ തയ്ക്കുമ്പോൾ കറക്റ്റ് നമ്മൾ എടുത്ത അളവ് തന്നെ കിട്ടും. ഇതേപോലെ തന്നെ ഫ്രണ്ടും നമുക്ക് റെഡിയാക്കി എടുക്കാം. ഫ്രണ്ടിനേക്കും അകലം സെയിം ആണ്, പക്ഷേ അതാ കുഞ്ഞു കട്ടിട്ട് കൊടുത്തിട്ട് ചെറുതായിട്ട് കട്ടിട്ട് കൊടുത്തു. ഫ്രണ്ട് കഴുത്തും അകലം ശരിയാണ്, കറക്റ്റ് തന്നെയാണ്. ഈ 7 തന്നെ കൊടുത്തേക്കുക, പക്ഷേ ഇറക്കം ഞാൻ 4 ഇഞ്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് വന്നിട്ടുള്ളത്. ഇനി ബാക്കിലെ പീസ് എടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് വെക്കണം. ചേർത്ത് വെക്കുമ്പോൾ അപ്പുറത്തെ സൈഡാണ് കേട്ടോ വെക്കേണ്ടത്. അതിങ്ങനെ വെക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ലൈനിങ്ങിലേക്കും ചേർന്ന് വരണം, നല്ല പീസിലേക്കും ചേർന്ന് വരണം. ഇതുപോലെ കണ്ടോ, ഇങ്ങനെ തന്നെ വെക്കുക കേട്ടോ, കറക്റ്റായിട്ട് വെക്കുക. എന്നിട്ട് നമുക്കിങ്ങനെ പിടിച്ചിട്ട് ആ ജോയിൻ്റ് ഉണ്ടല്ലോ, ഷോൾഡറിൻ്റെ അവിടെ വരുന്ന ജോയിൻറ്റ്, അത് കറക്റ്റായിരിക്കണം കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നിപ്പോയാൽ കാണാൻ ഭംഗി ഉണ്ടാവില്ല കേട്ടോ.
അപ്പോൾ അതാ ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് നീളത്തിൽ ഇങ്ങനെ വെച്ചിട്ട് അടിച്ചാൽ മതി. നല്ല വശം ചേർന്നിരിക്കണം കേട്ടോ. അപ്പോൾ നല്ല വശം ചേർന്നിരിക്കണം മാത്രമല്ല, നമ്മുടെ നല്ല പീസ് ഉണ്ടല്ലോ, നല്ല പീസും ആയിരിക്കണം ചേർന്നിരിക്കേണ്ടത്. ലൈനിങ്ങും അപ്പുറത്തെ സൈഡ് ചേർന്നിരിക്കണം കേട്ടോ. കണ്ടോ, ഇങ്ങനെ നീളത്തിൽ അടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിങ്ങനെ വിടർത്തി നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും നീറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി അകത്തേക്ക് ഇങ്ങനെ വെച്ചിട്ട് ഈ സൈഡ് ഉണ്ടല്ലോ, കൈക്കുഴിയുടെ ഭാഗമൊക്കെ ഒന്ന് ലൈനിങ് അറ്റാച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഇപ്പോൾ വെച്ച ലൈനിങ് കൂടെ അതിലേക്ക് വരും. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കോട്ടൺ ലൈനിങ് ഉണ്ടെങ്കിൽ ഈ ലാസ്റ്റ് വെക്കണ ലൈനിങ് ഉണ്ടല്ലോ, അത് കോട്ടൺ വെച്ചാലും മതി കേട്ടോ. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികളുടെ മേത്തിരിക്കുമ്പോൾ ചൂടെടുക്കാതിരിക്കാൻ കോട്ടൺ ആയിരിക്കുമല്ലോ നല്ലത്. അപ്പോൾ അതാ നോക്കി അകവും പുറമൊക്കെ ഫിനിഷിങ് ആയിട്ട് നല്ല ഫിനിഷിങ്ങിൽ വരും, നെക്ക് നല്ല നീറ്റായിട്ട് വരും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്തെടുത്താൽ മതി. അപ്പോൾ അതേപോലെയൊക്കെ ചെയ്ത് റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഞാനൊന്ന് തേച്ചൊക്കെ നോക്കി വല്ല ചുളിവോ അങ്ങനെ വല്ലതും ഉണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. ഒരു കുഴപ്പമില്ല, നീറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ആ സൈഡിൽ നമ്മൾ മാർക്ക് ഇട്ടിട്ടുണ്ട്. നമ്മൾ 1.5 ഇഞ്ച് ഇട്ട് മാർക്ക് ഇട്ടിട്ടുണ്ടല്ലോ, അതായത് സീം അലവൻസ് 1.5 കൊടുത്തിട്ട് ആ മാർക്കിങ്ങിലൂടെ നമ്മൾ അടിക്കുകയാണ്. അത് കട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഇതേ രീതിയിലാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്, മാർക്ക് ചെയ്തെടുക്കേണ്ടത്. ഇനി സിബ് വെക്കണമെങ്കിൽ സിബ് വെക്കാട്ടോ. ഞാനിപ്പോൾ ഇതിന് സിബ് വെച്ചിട്ടില്ല. നിങ്ങൾക്ക് സിബ് വെക്കണം എന്നുണ്ടെങ്കിൽ സിബ് വെച്ചെടുക്കാം. ഇതിപ്പോൾ ഒത്തിരി ലൂസ് ഉണ്ടാവും, അപ്പോൾ പിന്നെ സിബ് ഇല്ലാണ്ടാണെങ്കിലും ഇട്ടോളും, കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ സിബ് വെച്ചിട്ടില്ല കേട്ടോ. ഇപ്പുറത്തെ സൈഡ് നമുക്ക് ഇതേപോലെ തന്നെ അടിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് കൈ അറ്റാച്ച് ചെയ്തെടുക്കണം. അപ്പോൾ കൈൻ്റെ ഫ്രണ്ട് കൈക്കുഴി കുഴിച്ച് വെട്ടണം കേട്ടോ. അപ്പോൾ നല്ല വശം ചേർത്തിട്ട് കൈ ഇങ്ങനെ വെച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇവിടെ ഫ്രണ്ട് സൈഡ് ഒരു ഇത്തിരി വെട്ടിക്കളയാം കേട്ടോ. ഒരുപാടൊന്നും വെട്ടരുത്, കുറച്ച്. എന്നുവെച്ചാൽ ഒരുപാട് വെട്ടിയിട്ടുണ്ടെങ്കിൽ കൈയിൻ്റെ ആ ഷേപ്പ് തന്നെ മാറിപ്പോകും കേട്ടോ. അപ്പോൾ ഒരുപാട് വെട്ടാതെ ഇതായത് ഒരല്പം തന്നെ വെട്ടിയെടുത്തിട്ടുണ്ട്. അത് ഒരുപാട് അറ്റത്തേക്ക് വെട്ടുകയും ചെയ്യരുത്, മനസ്സിലായോ? ഇനി നമുക്കിത് ഫ്രണ്ട് സൈഡ് തന്നെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവിടെ ഒരു മാർക്ക് ഇട്ട് കൊടുത്തേക്കാട്ടോ. അല്ലെങ്കിൽ നമ്മൾ വേറെ സൈഡാണെന്ന് വിചാരിക്കും, ബാക്കിലേക്ക് പോവും ആ ഒരു കട്ട് ചെയ്ത ഭാഗം. ഇനി ഇത് രണ്ടും ഇങ്ങനെ മടക്കി വെച്ചിട്ട്, അപ്പോൾ ഇത് വെട്ടുമ്പോൾ നല്ല വശം തന്നെ ചേർത്തിട്ടിട്ട് അതേപോലെ വെട്ടിയെടുക്കുക കേട്ടോ. ഇനി നമ്മുടെ ആം ഹോൾ ഇങ്ങനെ കറക്റ്റാണോ എന്ന് ചെക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവുമല്ലോ. ബോഡി അടിച്ചതിന് ശേഷം ആം ഹോൾ ചെക്ക് ചെയ്യണം കേട്ടോ. എന്നിട്ട് ഇതായത് നോക്കി ഇങ്ങനെ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക. ആം ഹോൾ കറക്റ്റായിട്ട് വെച്ചിട്ട് കൈവണ്ണം അതും മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇതാ ഇങ്ങനെ കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ട് ഇതിലൂടെ തയ്ക്കുക. അപ്പോൾ കൈവണ്ണം നിങ്ങൾ അളന്ന് മാർക്ക് ചെയ്യണം കേട്ടോ. ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തേ ഉള്ളൂ. ഇപ്പോൾ സിയാമോൾക്കായതുകൊണ്ട് തന്നെ എന്തെങ്കിലും ലൂസോ വല്ലതും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ പിന്നീടാണെങ്കിലും അളവെടുത്തിട്ട് ഒന്ന് ചെയ്ത് കൊടുക്കാമല്ലോ. അപ്പോൾ ഞാനത് ഒന്ന് അടിക്കുകയാണ്. കക്ഷത്തിൻ്റെ ആ ഭാഗത്ത് ഒന്ന് അടിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കണ്ടോ. ഇനി നമുക്ക് ഇത് കൈ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതേപോലെ തന്നെ ഇതേ അളവിൽ മറ്റേ കൈയും റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ കൈ ഒന്ന് അളന്ന് നോക്കിയതാണ്, കറക്റ്റാണ് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇനി അടുത്തത് കൈ ഇങ്ങനെ മറിച്ചെടുത്തിട്ട് നമ്മുടെ ഫ്രണ്ട് പോർഷൻ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായില്ല, അകത്ത് ഇതാ മാർക്ക് ചെയ്ത് വെച്ചേക്കണം. എവിടെയാ? അതാ, അത് ഫ്രണ്ടിൽ തന്നെ വരണം കേട്ടോ. അത് തിരിഞ്ഞു പോകരുത്, ബാക്കിലേക്ക് പോകരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ ബോഡിയിലെ ഫ്രണ്ട് സൈഡ് എവിടെയാണെന്ന് ഇങ്ങനെ കറക്റ്റായിട്ട് നോക്കുക. അപ്പോൾ ഞാനതൊന്ന് നോക്കിയെടുക്കുകയാണ്. അതിലേക്ക് ചേർന്നിരിക്കണം കേട്ടോ, ബാക്കിലെ ആ ഫ്രണ്ട് കൈക്കുഴി കുഴിച്ച് വെട്ടിയത് അതിനെ നല്ല കറക്റ്റായിട്ട് ഇങ്ങനെ വെച്ച് നോക്കി കറക്റ്റാക്കിയതിന് ശേഷം മറിച്ചിട്ടിട്ട് ഇതുപോലെ പിടിച്ചിട്ടൊന്ന് റൗണ്ടിൽ അടിച്ചെടുക്കുക കേട്ടോ. ഞാൻ എപ്പോഴും റൗണ്ടിൽ അടിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളാണ് കേട്ടോ. നൈറ്റിയൊക്കെ ആകുമ്പോൾ ഞാൻ നേരെ അടിക്കും. എനിക്ക് പക്ഷേ ചുരിദാർ, കുർത്തി ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ റൗണ്ടിൽ അടിക്കണം. ബ്ലൗസ് ആണെങ്കിലും അതെ. എനിക്ക് നേരെ അടിച്ചിടുമ്പോഴേ ഭയങ്കര ഒരു ഇറിറ്റേഷനാണ്. അങ്ങനെ അടിക്കുന്ന ഇഷ്ടമല്ല. മറ്റുള്ളവർ ഇട്ട് കണ്ടാലും എനിക്ക് അങ്ങനെ പല ബൊട്ടിക്കുകളിലും അങ്ങനെ നേരെ അടിക്കണവരുണ്ട് കേട്ടോ. പക്ഷേ എനിക്കിതിനെ ഇങ്ങനെ അടിക്കണതിനോടാണ് താല്പര്യം കൂടുതൽ. അതുകൊണ്ട് ഞാൻ എന്ത് ഡ്രസ്സ് അടിച്ചാലും, ഒരു കുട്ടി ഡ്രസ്സ് അടിച്ചാലും ഞാൻ ഇങ്ങനെ അടിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ ഇതുപോലെ റൗണ്ടിൽ നമുക്ക് അടിച്ചെടുക്കാം. ഇനി അടുത്തത് നമുക്ക് സ്കേർട്ട് പാർട്ട്. അപ്പോൾ നമ്മുടെ ബോഡി പാർട്ട് റെഡി ആയിട്ടുണ്ട്. ഒരു കൊച്ചു ക്രോപ്പ് ടോപ്പ് പോലെ ആയിട്ടുണ്ട് അല്ലേ. അടിഭാഗം മടക്കി അടിച്ച ക്രോപ്പ് ടോപ്പായി. അപ്പോൾ നമ്മളിപ്പോൾ എന്തായാലും ഇതൊരു ഗൗണായിട്ടാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ സ്കേർട്ട് പാർട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കണം. അപ്പോൾ ഞാൻ സ്കേർട്ട് പാർട്ടൊക്കെ വെച്ച് റെഡിയാക്കി കൊണ്ടുവന്നപ്പോൾ ഉണ്ടല്ലോ, ഇത് ഇത്തിരി വലുതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തയ്യൽ തുമ്പ് മുതലാണല്ലോ അടിച്ചത്. ഇത് നമ്മൾ റൗണ്ടിൽ കയറ്റുമ്പോൾ തയ്യൽ തുമ്പ് ഇല്ലല്ലോ. അതേസമയം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അത് ആലോചിച്ച് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. തയ്യൽ തുമ്പ് ഒഴിവാക്കി കാൽക്കുലേറ്റ് ചെയ്താൽ മതിയായിരുന്നു. പക്ഷേ ഇത് കുറച്ച് കൂടുതലാണ്. അപ്പം നമുക്കിതിന് പ്ലേറ്റ് ഇട്ട് കൊടുക്കാനും പറ്റില്ല. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇതിന് ഓരോ പാനലുകളാണല്ലോ, ഓരോ പാനലും ഒന്ന് ചെറുതായിട്ട് പിടിച്ചിട്ട് അടിച്ചു കൊടുക്കുക. അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഒരെണ്ണം അടിക്കണം, കാണിച്ചു തരാം. അതേപോലെ അടിക്കണം. അപ്പോൾ പിന്നെ ചുളിവൊന്നും ഇല്ലാണ്ട് നമുക്ക് കയറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതിൽ നിന്ന് ഒരു പാനൽ ഇങ്ങനെ എടുത്ത് പിടിക്കാം. ഞാൻ കാണിച്ചു തരാം കേട്ടോ. അത് കറക്റ്റായിട്ട് നോക്കണേ. എന്നിട്ട് കുറച്ച് ഒരു 1/4 ഇഞ്ച്, ഒരുപാട് ഇടരുത് കേട്ടോ. ഓരോ പാനലിൽ അടിക്കുമ്പോഴും നമുക്കത് ക്ലിയറായിട്ട് വരും. എന്താ ഇവിടെ ഒരു 1/4 ഇഞ്ച് അകത്തേക്ക് മാറ്റിയിട്ട് ഇതുപോലെ ഒരു സ്റ്റിച്ച് ഇട്ടെടുക്കുക. കണ്ടോ? അത്രയും മാത്രം മതി, ഒരു ടക്ക് ഇടണ പോലെ.
അത് ഓരോ പാനലിലായിട്ട് ചെയ്യണം കേട്ടോ. കണ്ട നമ്മുടെ സ്റ്റിച്ച് പഴയ സ്റ്റിച്ച് അവിടെ ഉണ്ടായിരുന്നു, അതിൻ്റെ അകത്തേക്ക് മാറ്റിയിട്ട് ഒരു 1/4 ഇഞ്ച് അകത്തേക്ക് മാറ്റിയിട്ട് ഒരു സ്റ്റിച്ച് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതേപോലെ എല്ലാ പാനലിലും നമുക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മൊത്തത്തിൽ അതൊന്ന് ചുരുങ്ങി കിട്ടുമ്പോൾ നമുക്ക് നമ്മുടെ ബോഡി പാർട്ടിനോട് ചേർന്നിട്ടുണ്ടോ, അതായത് കറക്റ്റാണോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വെച്ച് നോക്കിയപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി കറക്റ്റായിട്ട് വന്നിട്ടുണ്ടെന്ന്. അതായത് ഇതുപോലെ ഇങ്ങനെ കറക്റ്റായിട്ട് ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിനൊന്ന് മറിച്ചെടുക്കുക, നല്ല വശം പുറത്താക്കി എടുക്കുക. ഇനി ഒന്ന് വെച്ച് നോക്കിയേ, കണ്ടോ ഒപ്പം കിട്ടിയിട്ടുണ്ട് കേട്ടോ ബോഡി പാർട്ട് സ്കേർട്ട് പാർട്ട്. അപ്പോൾ അഥവാ ഇത്തിരി എങ്ങാനും വലുതായിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ടക്കൂടെ ഇട്ട് കൊടുത്താൽ മതി. ഇത്തിരി ചെറുതായിട്ടുണ്ടെങ്കിൽ ഒരു പാനലിൻ്റെ ടക്കൂരി കളഞ്ഞാലും മതി കേട്ടോ. ഇനി നമ്മളതിനെ ഉള്ളിലേക്ക് മറിച്ചിട്ട് നമ്മുടെ ബോഡി പാർട്ടിലേക്ക് അത് അറ്റാച്ച് ചെയ്തെടുക്കണം. അറ്റാച്ച് ചെയ്യുമ്പോൾ ആ സൈഡിൽ ആ സ്റ്റിച്ച് ഉണ്ടല്ലോ, ഒരു പാനൽ ആ സൈഡിൽ വെക്കണം കേട്ടോ. എന്ന് വെച്ചിട്ട് നല്ല ഭംഗി ഉണ്ടാവുള്ളൂ. അതൊക്കെ ഇതിൻ്റെ ഒരു മെത്തേഡാണ്. ഇനി നമുക്ക് ഇങ്ങനെ കറക്റ്റാക്കി വെച്ചതിന് ശേഷം റൗണ്ടിൽ അടിച്ചെടുക്കാം കേട്ടോ. ഇതേപോലെ തന്നെ നമ്മുടെ നല്ല പീസ് അല്ലല്ല ലൈനിങ് പീസും ഇതേപോലെ തന്നെ കൂട്ടിയെടുക്കണം. അപ്പോൾ ലൈനിങ് പീസ് ഒരുപാട് പാനലുകളൊന്നുമില്ല, നമ്മൾ ലൈനായിട്ടാണല്ലോ കട്ട് ചെയ്തത്, 2 സൈഡ് മാത്രമേ അടിക്കാനുള്ളൂ. പക്ഷേ ഞാൻ അതും തയ്ച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ഇത്തിരി അരഭാഗം കുറച്ച് ലൂസായിട്ട് കിട്ടി. അങ്ങനെ ലൂസായിട്ട് വരുമ്പോൾ എന്താ ചെയ്യണമെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പം ഇങ്ങനെ പാനലുകളൊന്നും ചരിഞ്ഞൊന്നും ഇരിക്കരുത്. ഇങ്ങനെ തയ്ക്കുമ്പോൾ കറക്റ്റായിട്ട് അതെല്ലാം ഇങ്ങനെ നേരെ വെച്ച് കൊടുത്ത് തയ്ച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇതേപോലെ ഇങ്ങനെ അടിച്ചെടുത്താൽ മതി. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ അതിൻ്റെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇതേപോലത്തെ ഡ്രസ്സൊക്കെ ഒന്ന് തയ്ച്ച് നോക്കുക. ലൈനിങ് എടുക്കുക. ഇപ്പോൾ നമ്മുടെ കയ്യിലൊരു സാരിയൊക്കെ ഉണ്ടെങ്കിലേ അതിന് കളർ മാച്ചിങ് ആയിട്ടുള്ള ലൈനിങ് ഒക്കെ എടുത്തിട്ട് നമുക്ക് ഇതേപോലെയൊക്കെ തയ്ച്ചെടുക്കാം കേട്ടോ. വലിയ അളവിലും തയ്ക്കാം, 6 അളവിൽ വേണമെങ്കിലും തയ്ക്കാം. ഇനി ചെസ്റ്റ് അളവിൻ്റെ ബോഡി മെഷർമെൻറ്റ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ കാൽക്കുലേഷനും ഞാൻ പറഞ്ഞുതരാം. ബോഡി മെഷർമെൻറ്റ് ചെസ്റ്റ് അളവിൻ്റെ കാൽക്കുലേഷൻ എന്ന് പറയുന്നത് ചെസ്റ്റ് അളവ് +4. ചെസ്റ്റ് നമുക്ക് എത്ര കിട്ടിയിട്ടുണ്ടോ അതിൻ്റെ കൂടെ 4 ഇഞ്ച് ആഡ് ചെയ്യുക. എന്നിട്ട് അതിനെ 4 വെച്ച് ഡിവൈഡ് ചെയ്യുക. 4 ആക്കി മടക്കിയിട്ടിട്ടാണല്ലോ നമ്മൾ മാർക്ക് ചെയ്യണം, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ 4 ഇഞ്ച് ആഡ് ചെയ്യുക, 4 വെച്ച് ഡിവൈഡ് ചെയ്യുക. ഇനി വേസ്റ്റ് അളവാണെങ്കിലോ 3 ഇഞ്ച് ആഡ് ചെയ്യുക. അതായത് വേസ്റ്റ് അളവ് ബോഡി സ്കിൻ ടച്ച് എടുത്തതിന് ശേഷം വലിച്ചു മുറുക്കിയല്ല കേട്ടോ, എടുത്തതിന് ശേഷം 3 ഇഞ്ച് ആഡ് ചെയ്തിട്ട് 4 വെച്ച് ഡിവൈഡ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് ഇതൊക്കെ റെഡിയായി കിട്ടും. ഇനി ഇതാ നോക്കിയാൽ നമ്മുടെ ലൈനിങ് പീസാണ്. ലൈനിങ് പീസ് 2 പാനലായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. അത് നമ്മൾ ഒന്ന് സൈഡ് അറ്റം വരെ അടിച്ചെടുക്കുക. എന്നിട്ട് അപ്പുറത്തെ സൈഡ് നോക്കുക. അതിൻ്റെ ഉള്ളിൽ നിന്ന് വെട്ടിക്കളയൊന്നും വേണ്ട കേട്ടോ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ വെട്ടിക്കളഞ്ഞാലേ ആ ഫ്ലെയർ അങ്ങ് കുറഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ 2 സൈഡും അടിച്ചൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അടിച്ച് ഞാൻ ഈ സ്കേർട്ടിൽ വെച്ച് നോക്കിയപ്പോൾ കുറച്ചൊരു വലുതാണ് കേട്ടോ. നമ്മൾ നേരത്തെ അളന്നപ്പോൾ ഉള്ള ആ ഒരു രീതിയാണ്. അപ്പം നമ്മളിപ്പോൾ സ്കേർട്ട് പാർട്ട് വെച്ചതിൻ്റെ മുകളിൽ തന്നെയാണ് വെച്ചത്. നമ്മളിങ്ങനെ പൊതിഞ്ഞ് അടിക്കണമൊന്നുമില്ല കേട്ടോ. ഇൻ്റർലോക്ക് ചെയ്ത് കൊടുക്കാമെന്നാണ് കരുതിയത്, നിഴലടിച്ച് കാണുമല്ലോ അല്ലെങ്കിൽ. ഇനി ഇതായത് ഇങ്ങനെ വെച്ച് കൊടുക്കുമ്പോണ്ടല്ലോ നമ്മുടെ ഓരോ പാനലിൻ്റെ അവിടെ എത്തുമ്പോൾ ഒരു പ്ലേറ്റ് ഇട്ട് കൊടുക്കുക. അല്ലാണ്ട് കണ്ടെന്നുണ്ട പ്ലേറ്റ് ഇടരുത്. ഓരോ പാനലിലും ഒരു കുഞ്ഞ് പ്ലേറ്റ് ഇട്ട് കൊടുക്കുക. അപ്പോൾ പ്ലേറ്റ് ഇട്ട് അങ്ങ് അടിച്ചു പോയാൽ മതി കേട്ടോ. ഒരുപാട് വലിയ പ്ലേറ്റ് ഒന്നും കൊടുക്കരുത് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. അത്രയും നമുക്ക് കൂടുതൽ വന്നിട്ടുള്ളൂ. അത് നമ്മൾ നേരെ അടിക്കാന്നുള്ള രീതിയിൽ വെച്ചിട്ട് പിന്നെ റൗണ്ടിൽ അടിച്ചില്ലേ, അതുകൊണ്ടാണ് ആ ഒരു ഇത്തിരി കൂടുതൽ വന്നത്. കറക്റ്റായിട്ട് ആ ബോഡി എന്താ പറയുക, നമ്മുടെ തയ്യൽ തുമ്പ് കൂട്ടാതെ അളന്നിട്ടുണ്ടായിരുന്നു, കറക്റ്റായിട്ട് കിട്ടിയാനായിട്ടാണ്. നിങ്ങൾ അളക്കും. പിന്നെ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താ ഗുണം എന്നറിയോ, നമുക്കൊരിത്തിരി ലൂസാക്കണം. കുഞ്ഞുങ്ങൾ ഇത്തിരി വണ്ണം വെച്ചിട്ടുണ്ടെങ്കിൽ അത് നടക്കും, അല്ലെങ്കിൽ മറ്റേതാണെങ്കിൽ ഒട്ടും നടക്കില്ല കേട്ടോ. അപ്പോൾ അബദ്ധം പറ്റിയാലും ഉപയോഗത്തിലാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതനുസരിച്ച് ഇവിടെ കുഞ്ഞു പ്ലേറ്റ്സ് ഇട്ട് പോവാണ്. ഓരോ പാനലിൻ്റെ ഭാഗത്തെത്തുമ്പോഴാണ് കേട്ടോ ഞാൻ ആ സ്റ്റിച്ച് വരുമ്പോഴാണ് ഒരു പ്ലേറ്റ് ഇട്ട് കൊടുക്കണത്. അല്ലെങ്കിൽ ഉണ്ടല്ലോ നമുക്കിപ്പോൾ പുറത്തുനിന്ന് ഇങ്ങനെ കാണാൻ പറ്റുമോ പ്ലേറ്റ്. ഇങ്ങനെ ആകുമ്പോൾ ആ പ്ലേറ്റ് പുറത്തേക്ക് കാണില്ല. അപ്പോൾ ഞാൻ ഒരു സൈഡ് അടിച്ചിട്ടുണ്ട്, മറ്റേ സൈഡും അതേപോലെ റൗണ്ടിൽ അടിച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ മൊത്തത്തിൽ അടിച്ച് ലൈനിങ്ങൊക്കെ അടിച്ച് റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്ക് ഇതിൻ്റെ അടിഭാഗം കാണിച്ചു തരാം. അടിഭാഗം ഇങ്ങനെ കയറി ഇറങ്ങിയൊക്കെ വന്നിട്ടുണ്ടാകും. എന്താ വെച്ചിട്ടുണ്ടെങ്കിലേ കാണില്ലേ, ഇവിടെ വയ്ക്ക് കേട്ടോ. ഇങ്ങനെ പാനൽ കട്ട് ആകുമ്പോൾ നമുക്കൊന്ന് ലെവലല്ലാണ്ട് വന്നിട്ടുണ്ടാകും. ലെവലാക്കി വെട്ടി അടി മടക്കി തയ്ക്കണം. ലൈനിങ് മടക്കി തയ്ച്ചിട്ട് നമ്മുടെ ബൊമ്മ കുട്ടിക്കിട്ടിട്ട് കാണുന്നത് എങ്ങനെയാണെന്ന് നോക്കിയേ. അടിപൊളിയായിട്ടില്ലേ, നല്ലൊരു ഡ്രസ്സാണ് കേട്ടോ. ഇതൊന്നും ഒരുപാട് വിലയില്ല ഈ മെറ്റീരിയലിന്, എങ്കിലും നല്ലൊരു ജോർജറ്റ് മെറ്റീരിയൽ. ഇതിന് മുമ്പ് ഞാൻ സെയിൽ ചെയ്തിട്ടുണ്ട് ഈ മെറ്റീരിയൽ, ഓർക്കണ്ടോ നിങ്ങൾ ആരെങ്കിലും? അപ്പോൾ നമുക്ക് താഴ്ഭാഗത്ത് കണ്ടോ നല്ല ഫ്ലെയർ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതിങ്ങനെ ചുരുക്കിട്ട് അടിക്കുന്നതിനേക്കാളും അമ്പർല അടിക്കുന്നതിനേക്കാളും എനിക്ക് നല്ല ഇഷ്ടമായത് ഈ ഒരു മെത്തേഡിൽ അടിച്ചപ്പോഴാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് കേട്ടോ.
നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. ക്ലാസ്സിൽ ചേരണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. താങ്ക്